ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുകയാണ് ഇറാനിൽ. ഒപ്പം ഇറാന് വേദനിക്കുന്ന ഇടം നോക്കി പ്രഹരിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും. രാജ്യമിപ്പോൾ നട്ടം തിരിയുകയാണ്. ഇതിനിടയിൽ ഇറാനിൽ ട്രംപ് നടത്തുന്ന ഇടപെടലുകളാണ് വൻ ചോദ്യമായി ലോകരാജ്യങ്ങൾക്കിടയിൽ മാറുന്നതും. ഇക്കൊല്ലമെങ്കിലും സമാധാന നൊബേൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ട്രംപ് പ്രക്ഷോഭകാരികളുടെ രക്ഷകനായി അവതരിക്കുമോ എന്നാണ് ഇവിടെ പ്രധാന ചോദ്യം. ഇറാനിൽ ഒരു വ്യോമാക്രമണത്തിന് പോലും മടിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് ഇറാനിലെ ജനത രക്ഷപ്പെടുമോ, അതോ സാമ്പത്തികമായും രാഷ്ട്രീയമായും തെറ്റിയ രാജ്യത്തിന്റെ താളം വീണ്ടും അവതാളത്തിലാകുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ അമ്മു. ഇപ്പോൾ ഇറാനിൽ ട്രംപ് നടത്തുന്ന ഇടപെടലുകൾ ന്യായീകരിക്കാമോ എന്നതാണ് ആദ്യ ചോദ്യം. അന്താരാഷ്ട്ര നിയമങ്ങളുടെ കോണിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ US ഇറാനെതിരെ നടത്തുന്ന ഭീഷണികളെ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇറാനിൽ അരങ്ങേറുന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ ജനം തെരുവിലിറങ്ങുന്നത് ലോകത്ത് ആദ്യമല്ല. ഒട്ടുമിക്ക വികസ്വര രാജ്യങ്ങളും ഇത് നേരിട്ടിട്ടുള്ളതുമാണ്. ഇറാനിൽ ഇത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്കെതിരായ പ്രക്ഷോഭമായി മാറി. ഇവിടെ US ഇടപെടൽ എന്തിനാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ അവിടെയെല്ലാം സൈനിക ഇടപെടലിന് US ഇറങ്ങി തിരിച്ചാൽ എന്താകും സ്ഥിതി? ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരെ ഭീഷണിയോ ബലപ്രയോഗമോ പാടില്ലെന്ന് UN ചാർട്ടറിൽ പറയുന്നുണ്ട്. ഇറാന്റെ കാര്യത്തിൽ സ്വയം പ്രതിരോധമെന്ന ന്യായീകരണത്തിനും ഇവിടെ പ്രസക്തിയില്ല എന്നതാണ് വാസ്തവം. ഇതിലെ മറ്റൊരു വശം അമേരിക്കയെ മാറ്റി നിർത്തി സംസാരിച്ചാൽ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ഇറാൻ പോലീസും റവല്യൂഷണറി ഗാർഡും പ്രയോഗിക്കുന്ന മാർഗങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഇവിടെ ഇറാൻ സംയമനം പാലിച്ചേ തീരൂ. എന്നാൽ മേഖലയെ മുഴുവൻ യുദ്ധഭൂമിയാക്കുന്ന നടപടികളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം എന്നതാണ് പ്രധാന കാര്യം. ട്രംപ് ഇന്ന് സേനാ മേധാവിമാരുമായി ചർച്ച നടത്തി വ്യോമാക്രമണത്തിന് തീരുമാനിച്ചാൽ ടെഹ്റാനിലെയും മറ്റും സൈനിക ബേസുകളാകും ടാർഗറ്റ്. സാമ്പത്തിക ഉപരോധം മുതൽ സൈബർ ആക്രമണം വരെയുള്ളവ പരിഗണനയിലുമുണ്ട്. ഇറാനിലെ ഇന്റർനെറ്റ് നിയന്ത്രണം മറികടക്കാനായി മസ്കിന്റെ സ്റ്റാർലിങ്കും ഇതിന് പിന്തുണയും നൽകും. വെനസ്വലയിൽ കണ്ടതുപോലെ ഒരു അപ്രതീക്ഷിത സർജിക്കൽ സ്ട്രൈക്കിനും US മടിക്കില്ല. അതേസമയം US ആക്രമിച്ചാൽ ഇറാനിയൻ ജനത പ്രകോപനത്തിനെതിരെ ഒറ്റക്കെട്ടാവാനും ഇടയുണ്ട്. ആ വസ്തുതയും നമുക്ക് മറച്ചുവെക്കാൻ സാധിക്കില്ല. ഈ ഇടപെടലിൽ അമേരിക്കൻ ലക്ഷ്യങ്ങൾ എന്തെന്ന് നോക്കിയാൽ പലതുമുണ്ട്. ജൂണിൽ ഇസ്രയേലും USഉം നടത്തിയ വ്യോമാക്രമണം ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങളെ തകർത്തു. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കം ഇവിടെ നിന്നാണ്. സൈനിക ആണവ കേന്ദ്രങ്ങളെയും കമാൻഡർമാരെയും തകർത്ത് ഖമനേയി ഭരണകൂടത്തെ ഒതുക്കാൻ പറ്റിയ സമയമാണ് ഇതെന്ന് US കരുതുന്നുമുണ്ട്. റഷ്യൻ ചൈനീസ് പക്ഷത്തുള്ള ഖമനേയി ഭരണകൂടം പുറത്താക്കുകയോ ക്ഷയിക്കുകയോ ചെയ്താൽ മേഖലയിൽ USന് തന്ത്രപരമായ സ്വാധീനം നേടാം. ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ സായുധ സംഘങ്ങൾക്കും ഇത് വൻ തിരിച്ചടിയാകും. അത് ഗുണം ചെയ്യുന്നത് അമേരിക്കയ്ക്കും പ്രധാനമായും ഇസ്രയേലിനുമാണ്. പ്രക്ഷോഭം ആളിക്കത്തിക്കാനുള്ള ഇന്ധനം US-ലിരുന്ന് മുൻ കിരീടാവകാശി റസാ പഹ്ലവി നൽകുന്നുമുണ്ട്. തിരിച്ചെത്തി രാജ്യത്തെ നയിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുമുണ്ട്. ഇറാനിലെ അവസാന ഷാ ആയ മുഹമ്മദ് റസാ പഹ്ലവിയുടെ മകനാണ് റസ. 1979 മുഹമ്മദ് സ്ഥാനഭ്രഷ്ടനാകുമ്പോൾ US-ലായിരുന്ന റസ പിന്നീട് ഇറാനിൽ എത്തിയിട്ടേയില്ല. എന്നാൽ ഖമനേയിയുടെ കടുത്ത വിമർശകനായി മാറുകയായിരുന്നു. എന്തായാലും ഇറാനെതിരെ ഒരു സാമ്പത്തിക യുദ്ധത്തിനു കൂടി ട്രംപ് ഇവിടെ കളമൊരുക്കുകയാണ്. ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും മേൽ 25% താരിഫ് ചുമത്തുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ആഗോള വിപണിയിൽ കുത്തക ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ട്രംപ് ഇത്തരം നീക്കത്തിന് മുതിരുന്നത്. ട്രെൻഡിംഗ് എക്കണോമിക്സ് എന്ന സാമ്പത്തിക ഡേറ്റാബേസിന്റെ കണക്കനുസരിച്ച് ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികൾ ചൈന, തുർക്കി, UAE, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ്. ഇവർക്കിത് ഒരു വൻ തിരിച്ചടി തന്നെയാണ്. ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യക്കും തലവേദനയാണ്. നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ശിക്ഷയായി 50% തീരുവയാണ് US ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. ഇതിനു പുറമെയാണ് ഈ പുതിയ ഭീഷണിയും വരുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണെങ്കിലും ഇന്ത്യയും ഇറാനുമായി വാണിജ്യബന്ധം സൂക്ഷിക്കുന്നുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇറാനുമായി നല്ല ബന്ധമാണുള്ളത്. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കനുസരിച്ച് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഇറാനിലേക്ക് $1.24 ബില്യൺ സാധനങ്ങളാണ് കയറ്റുമതി ചെയ്തത്. $0.44 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതിയും ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം വ്യാപാരം $1.68 ബില്യൺ ആണ്. ഏകദേശം 14,000 മുതൽ 15,000 കോടി രൂപ വരെയാണിത്. ഈ ഇറാനുമായുള്ള വാണിജ്യബന്ധം ഇന്ത്യക്ക് പ്രധാനവുമാണ്.
അതേസമയം രാജ്യത്തെ പ്രക്ഷോഭങ്ങളെ തുടർന്നുള്ള സമ്മർദ്ദം മറികടക്കാൻ ഇറാനിൽ നീക്കങ്ങളും സജീവമാണ്. തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ ഭരണകൂട അനുകൂല റാലി കഴിഞ്ഞ ദിവസം നടന്നു. റാലിയിൽ 10 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ടെഹ്റാനിലുടനീളം സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട്. പ്രശ്ന കേന്ദ്രങ്ങളിലും പ്രദേശങ്ങളിലുമായി പോലീസ് പെട്രോളിംഗും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇറാനിലെ ജനജീവിതം ദുരിതത്തിൽ തന്നെയാണ്. 3-ാം ആഴ്ചയിലേക്ക് കടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 544 ആയതായാണ് US ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. കൊല്ലപ്പെട്ടവരിൽ 496 പ്രതിഷേധക്കാരും 48 സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ്. 10,600 പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇന്റർനെറ്റും മൊബൈൽ ഫോണും നിർത്തിയതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. അതാണ് മറ്റൊരു ദുരിതം. ഇറാനിലെമ്പാടും ഇന്റർനെറ്റും മൊബൈൽ സേവനങ്ങളും വിച്ഛേദിച്ചതിന് പിന്നാലെ സ്റ്റാർലിങ്ക് ഉപയോഗം നിരോധിച്ച് പുതിയ അടവുമായി ഇറാൻ ഭരണകൂടം രംഗത്തെത്തിയിരുന്നു. പ്രക്ഷോഭകരുടെ ആശയവിനിമയ മാർഗങ്ങൾ തകർക്കാൻ ഉപഗ്രഹ സിഗ്നലുകളെപ്പോലും തടസ്സപ്പെടുത്താൻ തുടങ്ങിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഇറാൻ തടസ്സപ്പെടുത്തിയെന്നാണ് വിവരം. ഇന്റർനെറ്റ് വിലക്കിനെ തുടർന്ന് രാജ്യത്ത് ആശയവിനിമയ സൗകര്യങ്ങൾ പരിമിതപ്പെട്ടിരിക്കുന്നതും ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിട്ട് നീക്കം തുടങ്ങിയതും ഇതിന് പിന്നാലെയാണ്. സ്റ്റാർലിങ്ക് ഉപയോഗിച്ചാൽ തുറങ്കിലടയ്ക്കുമെന്നാണ് ഭീഷണി. വ്യോമമേഖലയിൽ ഉപഗ്രഹ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ഇറാൻ സ്റ്റാർലിങ്ക് സിഗ്നലുകൾ തടയുന്നത്. പ്രക്ഷോഭകരെ ലോകത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനും പുറത്തുനിന്നുള്ള സഹായങ്ങൾ തടയാനുമാണ് ഇറാന്റെ ഈ ശ്രമം. സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത് ഇറാനിൽ 6 മാസം മുമ്പ് 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാക്കിയിരുന്നു. ഇത് ചാരപ്രവർത്തനമാക്കി കണക്കാക്കിയാൽ വധശിക്ഷ വരെ ലഭിക്കാമെന്നും ഇതിനായി ഇറാൻ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ദുരിത ജീവിതത്തിൽ ജനം തുടങ്ങിയ പ്രക്ഷോഭം വിദേശ ശക്തികളുടെ കയ്യിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ എന്നതാണ് ഇപ്പോൾ പ്രധാന ആശങ്ക.